എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ട്രാൻസ്ഫോർമേഷൻസ് ആയ ട്രാൻസ്ലേഷൻ, സ്കെയിലിംഗ്, റൊട്ടേഷൻ തുടങ്ങിയ ടോപ്പിക്സ് ആണ്. ആദ്യം നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫോർമേഷൻ മീൻസ് ചേഞ്ചിങ് സം ഗ്രാഫിക്സ് ഇൻടു സംതിങ് എൽസ് ബൈ അപ്ലൈയിങ് റൂൾസ്. റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഗ്രാഫിക് ഒബ്ജക്റ്റുകളുടെ സൈസ്, ഷേപ്പ്, ഓറിയന്റേഷൻ തുടങ്ങിയവ ചേഞ്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയാം? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഗ്രാഫിക് ഒബ്ജക്റ്റുകളുടെ സൈസ്, ഷേപ്പ്, ഓറിയന്റേഷൻ തുടങ്ങിയവ ചേഞ്ച് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. We can have various types of transformation such as translation, scaling up or down, rotation, shearing, reflection, etc. നമുക്ക് ബേസിക് ട്രാൻസ്ഫോർമേഷനിൽ 3 ടൈപ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസ്ലേഷൻ ആണ്, ദെൻ സ്കെയിലിംഗ് ആണ്, ദെൻ റൊട്ടേഷൻ ആണ്. മറ്റ് ട്രാൻസ്ഫോർമേഷനിൽ വരുന്നതാണ് എന്ത്? ഷിയറിങ്ങും അതുപോലെ തന്നെ റിഫ്ലക്ഷൻ തുടങ്ങിയവയ്ക്കാണ്. ഈ ഒരു ട്രാൻസ്ലേഷൻ എന്നാൽ എന്താണ്? ലീനിയർ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. എന്താണ്? ലീനിയർ ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ? അപ്പോൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലർ ചേഞ്ച് ഇൻ ഓറിയന്റേഷൻ ആണ്. അതുപോലെ തന്നെ സ്കെയിലിംഗ് എന്നാൽ ചേഞ്ച് ഇൻ സൈസ് ആണ്. എന്താണ്? ചേഞ്ച് ഇൻ സൈസ് ആണ്. When a transformation take place on a two-dimensional plane, it is called 2D transformation. So, two-dimensional plane നടക്കുന്ന ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ 2D ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കാം. എ ട്രാൻസ്ലേഷൻ മൂവ്സ് ആൻ ഒബ്ജക്റ്റ് ടു എ ഡിഫറെന്റ് പൊസിഷൻ ഓൺ ദി സ്ക്രീൻ. ഒരു പൊസിഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം? ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അതായത് ലീനിയർ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് എന്ത്? ട്രാൻസ്ലേഷൻ. ഒരു പൊസിഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം? ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഇവിടെ ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസോ ഷേപ്പോ ഒന്നും തന്നെ ചേഞ്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാത്രമാണ് എന്ത് ചേഞ്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻ റിജിഡ് ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. യു ക്യാൻ ട്രാൻസ്ലേറ്റ് എ പോയിന്റ് ഇൻ 2 dimension by adding translation coordinate tx ty to the original coordinate xy to get the new coordinate x dash y dash. ഒരു ഒബ്ജക്റ്റിന്റെ ഒറിജിനൽ കോർഡിനേറ്റ് എക്സ് വൈ, അതിൻ്റെ കൂടെ ട്രാൻസ്ലേഷൻ കോർഡിനേറ്റ് ആയ ടി എക്സ് ടി വൈ അല്ലേ, ഇത് ആഡ് ചെയ്തിട്ടാണ് എന്ത് പുതിയ കോർഡിനേറ്റ് ആയ എക്സ് ഡാഷ് വൈ ഡാഷ് കിട്ടുന്നത്. സോ ഫിഗർ നോക്കിയല്ലേ, നമ്മുടെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്താണ്? അത് എക്സ് വൈ അല്ലേ. ഇതാണ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ, അത് എക്സ് വൈ ആണ്. അതിനല്ലേ മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ പുതിയ പൊസിഷൻ എന്താണ്? പി ഡാഷ് എന്താണ്? എക്സ് ഡാഷ് വൈ ഡാഷ് ആണല്ലേ. അപ്പോൾ നമ്മളുടെ നിലവിലെ പൊസിഷൻ എക്സ് വൈ ആണെങ്കിൽ അതിനെ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ പൊസിഷൻ എന്താണ്? എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്. ഇവിടെ നമുക്ക് ഒരു പെയറിലെ എന്താണ്? ട്രാൻസ്ലേഷൻ കോർഡിനേറ്റ് ഉണ്ട്, ടി എക്സ് ടി വൈ അല്ലേ. സോ ഈ ഒരു ഡിസ്റ്റൻസിലെ ഇതാണെന്ത്? ടി എക്സ്, ഇതാണെന്ത്? ടി വൈ. സോ ഈ ഒരു ഫിഗർ നോക്കി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഡാഷ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് ടി എക്സ് അല്ലേ. എക്സ് ഡാഷ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് ടി എക്സ്. അതേപോലെ തന്നെ അല്ലേ നമുക്ക് ഈ ഒരു വൈ ഡാഷ് എഴുതാം. വൈ ഡാഷ് ഈക്വൽ ടു എന്താണ്? വൈ പ്ലസ് ടി വൈ. വൈ ഡാഷ് ഈക്വൽ ടു വൈ പ്ലസ് ടി വൈ അല്ലേ. അപ്പൊ ഈ ഒരു പെയറിലെ ടി എക്സ് ടി വൈ ആണ് എന്ത്? ട്രാൻസ്ലേഷൻ വെക്ടർ അല്ലെങ്കിൽ ഷിഫ്റ്റ് വെക്ടർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ട്രാൻസ്ലേഷൻ വെക്ടർ അല്ലെങ്കിൽ എന്താണ്? ഷിഫ്റ്റ് വെക്ടർ. സോ ഇപ്പൊ നമ്മളല്ലേ ഡിസ്കസ് ചെയ്ത ആ ഒരു ഇക്വേഷനെ കോളം വെക്ടർ അല്ലെങ്കിൽ മെട്രിക്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. പി ഈക്വൽ ടു എന്താണ്? എക്സ് ബൈ വൈ ആണ്. പി ഡാഷ് ഈക്വൽ ടു എന്താണ്? എക്സ് ഡാഷ് ബൈ വൈ ഡാഷ് ആണ്. ടി ഈക്വൽ ടു ടി എക്സ് ബൈ ടി വൈ ആണ് അല്ലേ. ഇത് നമുക്ക് പി ഡാഷ് ഈക്വൽ ടു പി പ്ലസ് ടി എന്ന് എഴുതാൻ പറ്റും. എന്താണ്? പി ഡാഷ് ഈക്വൽ ടു പി പ്ലസ് ടി. ഇനി നമുക്ക് റൊട്ടേഷൻ എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് പോയിന്റ്സിനെ ഒരു സർക്കുലർ പാത്തിലൂടെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് എന്ത് പറയാം? റൊട്ടേഷൻ എന്ന് പറയാം അല്ലെ. ഒബ്ജക്റ്റ് പോയിന്റ്സിനെ ഒരു സർക്കുലർ പാത്തിലൂടെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് എന്ത്? റൊട്ടേഷൻ എന്ന് പറയാം. അതായത് ചേഞ്ച് ഇൻ ഓറിയന്റേഷൻ ആണ് എന്ത്? റൊട്ടേഷൻ. ചേഞ്ച് ഇൻ ഓറിയന്റേഷൻ. ഇവിടെ നമ്മൾ തീറ്റ എന്ന ഒരു ആംഗിളിന്റെ ബേസിലാണ് എന്ത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ
തീറ്റയുടെ വാല്യൂ അത് പോസിറ്റീവ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതെന്താണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്നാൽ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ ട്രാൻസ്ലേഷനിലൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇതും എന്താണ് ഒരു റിജിഡ് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ്. ട്രാൻസ്ലേഷൻ നമ്മൾ പഠിച്ചതാണ് അത് ലീനിയർ ആണ്. എന്നാൽ ഇവിടെ എന്താണ് ഇത് സർക്കുലർ ആണ്. അതായത് റൊട്ടേഷനിൽ ഒബ്ജക്റ്റിന്റെ സൈസിനെയോ ഷേപ്പിനെയോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല എഫക്ട് ചെയ്യുന്നില്ല. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇൻ റൊട്ടേഷൻ വി റൊട്ടേറ്റ് ദി ഒബ്ജക്റ്റ് അറ്റ് പർട്ടിക്കുലർ ആംഗിൾ തീറ്റ ഫ്രം ഇറ്റ്സ് ഒറിജിൻ. അപ്പോൾ റൊട്ടേഷനിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒറിജിന്റെ ബേസ് ചെയ്ത് തീറ്റ ആംഗിളാണ് എന്ത് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുക. From the figure, we can see that the point Pxy is located at the angle phi from the horizontal x coordinate with the distance r from the origin. അപ്പൊ ഫിഗർ നോക്കിയാൽ ഒബ്ജക്ട്സിന്റെ പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റൂലേ. എന്താണ് Pxy ആണ് അല്ലേ. ഈ ഒരു പോയിന്റിനെ പിവോട്ട് പോയിന്റ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് പിവോട്ട് പോയിന്റ്. അത് ഒറിജിൻ ആയിട്ടുള്ള ആംഗിൾ എത്രയാണ് അത് ഫൈ ആണ്. ദെൻ ഡിസ്റ്റൻസ് എത്രയാണ് അത് 6 ആണ് അല്ലേ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണെന്ത് അത് 6. ഇനി ഈ ഒരു ഒബ്ജക്റ്റിനെ ഒറിജിന്റെ ബേസിൽ തീറ്റ ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. ഇതാണ് എന്ത് തീറ്റ ആംഗിളിൽ. സോ പുതിയ പോയിന്റ് എന്താ കിട്ടുക പി ഡാഷ് എക്സ് ഡാഷ് വൈ ഡാഷ് അല്ലേ. പി ഡാഷ് എക്സ് ഡാഷ് വൈ ഡാഷ്. ഇനി നമുക്ക് ട്രിഗ്നോമെട്രി ബേസ്ഡ് ഇത് സോൾവ് ചെയ്യാം. സോ പോയിന്റിന്റെ ഒറിജിനൽ കോർഡിനേറ്റ് ആയല്ലേ ഈ ഒരു പി എക്സ് വൈനെ സ്റ്റാൻഡേർഡ് ട്രിഗ്നോമെട്രി ബേസ്ഡ് എക്സ് ഈക്വൽ ടു എന്താണ് ആർ കോസ് ഫൈ എന്നും വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ എന്നും എഴുതാൻ പറ്റും. സോ ഇതെന്താണ് എക്സ് ഈക്വൽ ടു ആർ കോസ് ഫൈ ഇക്വേഷൻ 1 എന്നും വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ എന്താണ് ഇക്വേഷൻ 2 എന്നുമാണ് നമ്മൾ എടുക്കുക. ഇനി പി എക്സ് വൈ റെപ്രസെന്റ് ചെയ്ത പോലെ തന്നെ പി ഡാഷ് എക്സ് ഡാഷ് വൈ ഡാഷ് അല്ലേ അതിനെ നമുക്ക് ട്രിഗ്നോമെട്രി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. സോ എക്സ് ഡാഷ് ഈക്വൽ ടു എന്താണ് ആർ കോസ് ഫൈ പ്ലസ് തീറ്റയും വൈ ഡാഷ് ഈക്വൽ ടു ആർ സൈൻ ഫൈ പ്ലസ് തീറ്റയും ആണ്. അപ്പൊ ഇതിലല്ലേ ഇതിപ്പോ എന്താണ് കോസ് എ പ്ലസ് ബി ഫോമിലാണ്. ഇതെന്താണ് സൈൻ എ പ്ലസ് ബി ഫോമിലാണ് അല്ലേ. അപ്പൊ കോസ് എ പ്ലസ് ബി ആണ് എന്താണ് അത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബിയും സൈൻ എ പ്ലസ് ബി ആണ് എന്താണ് അത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. സോ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഒരു എക്സ് ഡാഷ് ഈക്വൽ ടു ആർ കോസ് ഫൈ കോസ് തീറ്റ മൈനസ് ആർ സൈൻ ഫൈ സൈൻ തീറ്റ എന്ന് കിട്ടും. അതേപോലെ തന്നെ വൈ ഡാഷ് ഈക്വൽ ടു ആർ കോസ് ഫൈ സൈൻ തീറ്റ പ്ലസ് ആർ സൈൻ ഫൈ കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പൊ ഇത് കിട്ടിയത് കോസ് എ പ്ലസ് ബി സൈൻ എ പ്ലസ് ബി ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ 3 എന്നും ഇത് ഇക്വേഷൻ 4 എന്നും എടുക്കാം. ഇനി ഇക്വേഷൻ 1ഉം 2ഉം 3ലും 4ലും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ വൈ ഡാഷ് ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ. സോ എക്സ് ഡാഷ് ഈക്വൽ ടു എന്താണ് എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ വൈ ഡാഷ് ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ. അപ്പൊ ഇതിന്റെ മെട്രിക്സ് ഫോം എങ്ങനെ വരിക എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് വൈ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അല്ലെങ്കിൽ എങ്ങനെ വരിക പി ഡാഷ് ഈക്വൽ ടു എന്താണ് പി ഇൻറ്റു ആർ അല്ലേ. പി ഡാഷ് ഈക്വൽ ടു പി ഇൻറ്റു ആർ. അപ്പൊ ഇവിടെ ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് റൊട്ടേഷൻ മെട്രിക്സ് ആണ് അല്ലേ. അപ്പൊ അതിന്റെ വാല്യൂ എന്താണ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. ഇനി നമുക്ക് സ്കെയിലിംഗ് എന്താ നോക്കാം അല്ലേ. ടു ചേഞ്ച് ദി സൈസ് ഓഫ് ആൻ ഒബ്ജക്ട് സ്കെയിലിംഗ് ട്രാൻസ്ഫോർമേഷൻ ഈസ് യൂസ്ഡ്. ഒബ്ജക്റ്റിന്റെ സൈസ് ചേഞ്ച് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ത് പറയാം സ്കെയിലിംഗ് എന്ന് പറയാം. സോ ഇതൊരു റിജിഡ് ബോഡി ട്രാൻസ്ഫോർമേഷൻ അല്ല. ഒബ്ജക്റ്റിന്റെ സൈസ് ചേഞ്ച് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ത് പറയാം സ്കെയിലിംഗ് എന്ന് പറയാം. സ്കെയിലിംഗ് പ്രോസസ്സിൽ ഒന്നല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻ എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻ കംപ്രസ് ചെയ്യും. സോ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യും ഡയമെൻഷൻ എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ കംപ്രസ് ചെയ്യും. ഇനി ഒറിജിനൽ കോർഡിനേറ്റിന്റെ കൂടെ സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ആയ എസ് എക്സ് എസ് വൈ അല്ലേ തുടങ്ങിയ ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം സ്കെയിലിംഗ് ഒക്കെ അച്ചീവ് ചെയ്യാം. സോ ഒറിജിനൽ കോർഡിനേറ്റിന്റെ കൂടെ സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ആയ എസ് എക്സ് എസ് വൈ അല്ലേ തുടങ്ങിയ ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം സ്കെയിലിംഗ് നമ്മൾ അച്ചീവ് ചെയ്യാം.
സപ്പോസ് നമ്മുടെ ഒറിജിനൽ കോർഡിനേറ്റ് അത് എക്സ് വൈയും അതുപോലെ തന്നെ സ്കെയിലിംഗ് ഫാക്ടേഴ്സ് അല്ലേ അത് എസ് എക്സ് എസ് വൈ ആണെങ്കിൽ നമ്മുടെ പുതിയ കോർഡിനേറ്റ് എന്തായിരിക്കും എക്സ് ഡാഷ് വൈ ഡാഷ് ആയിരിക്കും. അപ്പൊ അതിന് നമ്മൾ അല്ലേ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എക്സും വൈ ഡാഷ് ഈക്വൽ ടു വൈ ഇൻറ്റു എസ് വൈ ആണ് അല്ലേ. എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എക്സും അതുപോലെ തന്നെ വൈ ഡാഷ് ഈക്വൽ ടു വൈ ഇൻറ്റു എസ് വൈ ആണ്. അപ്പോൾ ഇതിനെ അല്ലേ മെട്രിക്സിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു എസ് എക്സ് 0 0 എസ് എക്സ് അല്ലേ. അല്ലെങ്കിൽ എന്താണ് പി ഡാഷ് ഈക്വൽ ടു എന്താണ് പി ഇൻറ്റു എസ് ആണ് അല്ലേ. പി ഡാഷ് ഈക്വൽ ടു പി ഇൻറ്റു എസ്. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്കെയിലിംഗ് മെട്രിക്സ് ആണ്. എന്താണ് സ്കെയിലിംഗ് മെട്രിക്സ്. ഇതാണ് ഒരു സ്കെയിലിംഗ് പ്രോസസ്സിന്റെ ഫിഗർ വരുന്നത്. ഇവിടെ അല്ലേ ഒബ്ജക്റ്റിന്റെ പോയിന്റ്സ് ഏതൊക്കെയാണ് എ ബി സി ഡി അല്ലേ. സോ നമ്മൾ സ്കെയിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ അല്ലേ ഇപ്പൊ എന്താവും അത് എക്സ്പാൻഡ് ആവും. സോ അതിന്റെ പുതിയ പോയിന്റ് എന്താണ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ആണ്.